ഒരു മനുഷ്യൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ സാധാരണയായി തോന്നാം, പക്ഷേ ഉള്ളിൽ അവൻ പതിയെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടാകാം. പട്ടുനൂൽ പുഴു അത്തരമൊരു നിശബ്ദ തകർച്ചയുടെ കഥയാണ്. തകർന്നു പോകുന്ന കുറച്ച് മനുഷ്യരുടെ മനസ്സാണ് ഈ നോവലിൽ എസ് ഹരീഷ് എഴുതുന്നത്. കഥയുടെ കേന്ദ്രത്തിൽ വരുന്ന സാംസ, ആ പേര് യാദൃച്ഛികമല്ല. കാരണം ലോകസാഹിത്യത്തിൽ സാംസ എന്ന് കേൾക്കുമ്പോൾ നാം ഓർക്കുന്നത് ഫ്രാൻസ് കാഫ്കയുടെ ദ മെറ്റമോർഫസിസിലെ ഗ്രിഗർ സാംസയെ ആണ്. കാഫ്കയുടെ സാംസ പോലെ തന്നെ ഈ സാംസയും ആളുകൾക്കിടയിൽ ഉണ്ടായാലും ഒറ്റപ്പെട്ടവനാണ്. അവൻ്റെ മനസ്സിൽ പറയാൻ കഴിയാത്ത ഭയം, ലോകത്തോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ശൂന്യത, ഇതെല്ലാം ഉണ്ട്. അവൻ്റെ അച്ഛനാണ് വിജയൻ. ഒരു വീട് പണിയാൻ ആഗ്രഹിച്ചു, ഒരു നല്ല ജീവിതം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. പക്ഷേ ആ വീട് ഇന്നും പൂർത്തിയായിട്ടില്ല. ആ പൂർത്തിയാകാത്ത വീട് ആ കുടുംബത്തിൻ്റെ തകർന്ന സ്വപ്നങ്ങളുടെ പ്രതീകമാണ്. ആ വീട്ടിൽ നിശബ്ദമായി പിടിച്ചു നിൽക്കുന്നത് ആനി. വേദന മുഴുവൻ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടും കുടുംബത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന അമ്മ. കഥയിലെ മറ്റൊരു പ്രധാന സാന്നിധ്യമാണ് സ്റ്റീഫൻ. ഉള്ളിൽ വലിയ അസ്വസ്ഥത വഹിക്കുന്ന ഒരാൾ, ജീവിതത്തോട് തന്നെ ഒരു അകൽച്ച സൂക്ഷിക്കുന്ന മനുഷ്യൻ. അതുപോലെ മോഹനൻ, ഉതുപ്പാൻ, അങ്ങനെ പല കഥാപാത്രങ്ങൾ ഇതിൽ വന്നു പോകുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയ സിംബോളിസം പട്ടുനൂൽ പുഴു തന്നെയാണ്. ഒരു സിൽക്ക് വോം സ്വന്തം നൂലാൽ ഒരു കൂടുണ്ടാക്കും, പക്ഷേ അവസാനമോ അതിൽ തന്നെ കുടുങ്ങും. മനുഷ്യരും അങ്ങനെയാണ്. സ്വന്തം സ്വപ്നങ്ങളിൽ, പരാജയങ്ങളിൽ, ഓർമ്മകളിൽ പതിയെ പതിയെ സ്വന്തം ഉള്ളിലേക്ക് അടഞ്ഞു പോകുന്നു.